കൂണിനോടുള്ള അടങ്ങാത്ത ഭ്രാന്ത് കണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മ തന്നെയാണ് കേട്ടോ ഇത്. നമുക്കൊന്ന് തീയൽ വെക്കാമേ. അതിന് വേണ്ടിയിട്ട് തേങ്ങയ്ക്കകത്തോട്ട് കറിവേപ്പില, ഉപ്പും കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഞെവിടി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. ഗ്യാസ് പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് വറുത്ത് കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ സവോളയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ച് കൂണും കൂടി ഇട്ട് കൊടുക്കാം. അതിന് നമ്മുടെ വിഷമൊക്കെ ഇപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാറില്ലേ, അപ്പോൾ ഇച്ചിരി കൂടുതൽ മഞ്ഞപ്പൊടി ചേർത്തോ കേട്ടോ, വിഷമൊന്നുമില്ല എങ്കിലും. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം നമുക്ക് വെള്ളം തൊടാതെ അടച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ വറുത്ത കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണ തെളിയുന്നിട വരെ തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യണേ.